നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ബംഗ്ലാദേശും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള രണ്ടാമത്തെ ഏകദിന മത്സരം സൂപ്പർ ത്രില്ലറിൽ വെസ്റ്റ് ഇൻഡീസ് ഒറ്റ റണ്ണിന് ജയിച്ചു. അതും പോരാഞ്ഞിട്ട് മറ്റൊരു ചരിത്ര സംഭവമായിട്ട് ഈ കളി മാറിയിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായിട്ട് ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ 50 ഓവറുകളും സ്പിൻ ബൗളേഴ്സ് എറിഞ്ഞു. ഇത് ചരിത്രമാണ്. ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് ക്രിക്കറ്റ് ലോകത്തുണ്ടായിട്ടില്ല. ആരാ അങ്ങനെ എറിഞ്ഞത്? വെസ്റ്റ് ഇൻഡീസേ. ഒരു കാലത്ത് പേസ് ബൗളിങ്ങിന് പേര് കേട്ട വെസ്റ്റ് ഇൻഡീസ് ഇന്ന് ഏകദിന ക്രിക്കറ്റിൽ മുഴുവൻ ഓവറുകളും സ്പിന്നർമാരെ കൊണ്ട് എറിയിച്ചു. ഇതൊരു പുതിയ റെക്കോർഡാണ്. 50 ഓവേഴ്സ് ബൗൾഡ് ബൈ സ്പിന്നേഴ്സ്, ഫസ്റ്റ് ടൈം എവർ ഇൻ ODI ഹിസ്റ്ററി. അഖിൽ 10 ഓവർ എറിഞ്ഞു, ചെയ്സ് 10 ഓവർ എറിഞ്ഞു, പിഴെ 10 ഓവർ എറിഞ്ഞു, മോട്ടി 10 ഓവർ എറിഞ്ഞു, അത്തനൈസ് 10 ഓവർ എറിഞ്ഞു. സോ പുത്തൻ റെക്കോർഡ് തന്നെ അവിടെ കുറിച്ചു. അതോടൊപ്പം തന്നെ ഇതിലൊരു കണക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ഓവറുകൾ സ്പിന്നേഴ്സിനെ കൊണ്ട് എറിച്ച് ശ്രീലങ്കയാണ്. അത് 3 വട്ടം അവർ ആവർത്തിച്ചിട്ടുണ്ട്. 44 ഓവറുകൾ. 1996 വെസ്റ്റ് ഇൻഡീസിനെതിരെ 44 ഓവർ സ്പിന്നേഴ്സിനെ കൊണ്ട് അവർ എറിയിച്ചിട്ടുണ്ട്. 98 ന്യൂസിലാൻഡിനെതിരെ അത് ആവർത്തിച്ചു. 2004 ഓസ്ട്രേലിയക്കെതിരെയും അത് ആവർത്തിച്ചു. എന്നാൽ 50 ഓവറും സ്പിന്നർമാരെ കൊണ്ട് എറിയിക്കുക, അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വന്നാൽ, ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 213 റൺസാണ് നിശ്ചിത 50 ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിലടിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ വെസ്റ്റ് ഇൻഡീസ് 213 റൺസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ. അവസാന ഓവറിൽ അവർക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 5 റൺസാണ്. അതെടുക്കാൻ വെസ്റ്റ് ഇൻഡീസ് ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒടുവിൽ അവസാന പന്തിലാണ് അവർ സമനിലയിലേക്ക് എത്തുന്നത്. 2 റൺസ് സെയ്ഫ് ഹസൻ്റെ പന്തിൽ കാഴിപ്പിഴ 2 റൺസ് അടിച്ച്, അതും ഡ്രോപ്പ് ചെയ്തിട്ടാണ് അത് സംഭവിക്കുന്ന കാര്യം കൂടി നോക്കുക. അങ്ങനെയാണ് മത്സരം സമനിലയായത്. ഒരുവിധം സമനില. എന്നിട്ട് പിന്നീട് ഈ സൂപ്പർ ഓവറിലേക്ക് പോയി. സൂപ്പർ ഓവറിൽ 10 റൺസാണ് വെസ്റ്റ് ഇൻഡീസ് അടിച്ചത്. ബംഗ്ലാദേശ് 9 റൺസാണ് അടിച്ചത്. 8 റൺസിൻ്റെ ജയമാണ് ബംഗ്ലാദേശിന് മേൽ വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ ഓവറിൽ നേടിയിരിക്കുന്നത്. വല്ലാത്തൊരു കളിയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിന് വേണ്ടി അവരുടെ ബാറ്റർമാർ ആകെ അടിച്ചത് 213 റൺസ്. അതിൽ നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ പറയുന്ന 50 ഓവറുകളും സ്പിന്നേഴ്സ് എറിഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ പിച്ച് വല്ലാത്തൊരു പിച്ചായിരുന്നു. നിങ്ങളത് ഒരു പക്ഷേ കളി കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും സെയ്ഫ് ഹസൻ 16 പന്തിൽ നിന്നിട്ട് 6 റൺസ് അടിച്ചപ്പോൾ സൗമ്യ സർക്കാർ 89 പന്തിൽ 45 റൺസ് അടിച്ചു. തൗഹിദ് ഹൃദോയി 12, നജ്മുൽ ഹുസൈൻ ഷാൻഡോ 15, മഹിദുൽ ഇസ്ലാം അൻഗോൺ 17 റൺസ്, മെഹദി ഹസൻ മിറാസ് 32 റൺസുമായിട്ട് പുറത്താകുന്നു. നസും അഹമ്മദ് 14, നൂറുൽ ഹസൻ 23, റിഷാദ് ഹുസൈൻ 14 പന്തിൽ നിന്ന് 39 നോട്ട് ഔട്ട്, 3 4ഉം 3 6ഉം ആ ബാറ്റിൽ നിന്ന് പിറന്നതുകൊണ്ടാണ് 213 റൺസിലേക്ക് ബംഗ്ലാദേശ് എത്തിയത്. ഗുഡകേഷ് മോട്ടി 3 വിക്കറ്റ് എടുത്തപ്പോൾ അലി കതനൈസും അഖിൽ ഹുസൈനും 2 വീതം വിക്കറ്റുകൾ വെസ്റ്റ് ഇൻഡീസിനെ ഏറ്റെടുത്തിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ അലി കതനൈസ് 28 റൺസ്, ബ്രണ്ടൻ കിങ് ഡെക്കായി, കാർട്ടി 35 റൺസ് അടിച്ചപ്പോൾ അക്കീം ഓഗസ്റ്റ് 17 റൺസാണ് അടിച്ചത്. ഷായ് ഹോപ്പ് മികച്ച പ്രകടനം നടത്തി 67 പന്തിൽ 53 റൺസുമായിട്ട് പുറത്താകുന്നു. ഷർഫൻ റുദർഫോർഡ് 7, ഗുഡകേഷ് മോട്ടി 15, റോസ്റ്റൻ ജെയ്സ് 5, ജസ്റ്റിൻ ഗ്രീവ്സ് 26, അഖിൽ ഹുസൈൻ 16, ക്യാരി പിഴ 2 നോട്ട് ഔട്ട്. അങ്ങനെയാണ് കളി 213 റൺസിലേക്ക് എത്തിയത്. മത്സരം സമനിലയായത്. റിഷാദ് ഹുസൈൻ 10 ഓവറിൽ 42 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ തൻവീർ ഇസ്ലാം 2 വിക്കറ്റ് വീഴ്ത്തി. സെയ്ഫ് ഹസൻ 1 വിക്കറ്റ് എടുത്തപ്പോൾ നസും അഹമ്മദ് 2 വിക്കറ്റ് എടുത്തു. മുസ്തഫീസുർ റഹ്മാൻ ബംഗ്ലാദേശിന് വേണ്ടി 8 ഓവറുകൾ എറിഞ്ഞു. അങ്ങനെ പേസ് ബോളറുടെ ഒരു സംഭാവന ഈ കളിയിൽ വന്നത് അതാണ്. പിന്നെ സൂപ്പർ ഓവറിൽ തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായിരുന്നു. ഷർഫൻ റുദർഫോർഡ് 2 പന്തിൽ നേരിട്ട് 3 റൺസുമായിട്ട് പോയി. ഷായ് ഹോപ്പ് 7 റൺസ് അടിച്ചു. ബ്രണ്ടൻ കിങ് 1 പന്ത് നേരിട്ടു. അങ്ങനെ 10 റൺസാണ് വെസ്റ്റ് ഇൻഡീസ് അടിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ എക്സ്ട്രാസ് കൊടുത്തു വെസ്റ്റ് ഇൻഡീസ്. പക്ഷേ പിന്നീട് അവർ എറിഞ്ഞ് പിടിച്ചു. അഖിൽ ഹുസൈനാണ് പന്ത് എറിഞ്ഞിരുന്നത്. സൗമ്യ സർക്കാർ 3 റൺസിന് പുറത്തായി. സെയ്ഫ് ഹസൻ 2 റൺസുമായിട്ടും നജ്മുൽ ഹുസൈൻ ഷാൻഡോ പുറത്താകാതെ നിന്ന് ക്രീസിൽ നിന്നു. 4 എക്സ്ട്രാ റൺസാണ് ഈ കളിയിൽ വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ ഓവറിൽ വിട്ടുകൊടുത്തത്. ഏതായാലും ഒടുവിൽ അവർ സൂപ്പർ ഓവറിൽ 8 റൺസിന് വിജയിച്ച് കയറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.